നമ്മുടെ കൃഷിയിടത്തിൽ ഇപ്പോൾ കുറച്ച് പച്ചക്കറി ഉണ്ട്. അപ്പോൾ അത് പറിക്കാൻ പോവാ. അപ്പോൾ നിങ്ങളും കൂടി പോരുന്നോ? നമുക്ക് കുറച്ച് മഞ്ഞളൊക്കെ കിട്ടിയിട്ടോ പ്രാവശ്യം. ഈ കാണുന്നതാണ് ഞങ്ങളുടെ മഞ്ഞൾ. കുറച്ചേ കിട്ടിയുള്ളൂ, എന്നാലും വിഷമില്ലാത്ത മഞ്ഞൾ കഴിച്ചൂടെ. ഇനി ഇത് ഒന്ന് നാരൊക്കെ പോക്കി ഒന്ന് പുഴുങ്ങി ഉണക്കി എടുത്തിട്ട് നമുക്ക് മിക്സിയിലിട്ടിട്ട് പൊടിക്കണം. പിന്നെ ഈ കാണുന്നത് നമ്മുടെ മത്തനാണ്. പൂവൊക്കെ ഇട്ടിട്ടുണ്ട്. പിന്നെ തക്കാളിക്കായൊക്കെ ഒന്ന് പിടിച്ചിട്ടുണ്ട്. 2-3 പറിച്ചു കേട്ടോ. പിന്നെ ഇത് കാണുന്നത് മുളകാണ്. അത്യാവശ്യം മുളകൊക്കെ ഇപ്രാവശ്യം കിട്ടി, എന്നാലും കഴിഞ്ഞ പ്രാവശ്യത്തെ അത്ര ഇപ്രാവശ്യം കിട്ടിയിട്ടില്ല കേട്ടോ. ഈ കാണുന്നത് നമ്മുടെ ഈ പീച്ചിങ്ങയില്ലേ, പീച്ചിങ്ങയാണ്. കുറച്ചൊക്കെ പറിച്ചിട്ടുണ്ടായിരുന്നു, ബാക്കിയുള്ളതാണ്. കയ്പ്പയ്ക്ക നല്ലോണം ഉണ്ടായിട്ടുണ്ട് ഇപ്രാവശ്യം കേട്ടോ. പക്ഷേ ചിലതിലൊക്കെ പ്രാണി വന്ന് കുത്തിയിട്ടേ ഇങ്ങനെ മഞ്ഞ കളറ് വരുന്നുണ്ട്, കണ്ടില്ലേ? ഇതൊക്കെ പ്രാണി കുത്തിയതാണ്. അപ്പം അത് പിന്നെ പയർ കണ്ടോ, അതിൻ്റെ നീളം കണ്ടില്ലേ? പയറിൻ്റെ നല്ല നീളത്തിലുണ്ട്. ചിലതിലൊക്കെ പുഴുക്കളൊക്കെ ഉണ്ട് കേട്ടോ, ഈ വിഷമൊന്നും അടിക്കാത്തതുകൊണ്ടേ. അപ്പം നമ്മൾ കുറച്ച് വിളവെടുപ്പ് നടത്തുക കേട്ടോ. പയറൊക്കെ പറിക്കുകയാണ്, അതിന് വേണ്ടിയിട്ട് കയറിയതായിരുന്നു. അപ്പോൾ നിങ്ങളെയും കൂടി ഒന്ന് കാണിക്കാൻ വിചാരിച്ചു. അപ്പോൾ പയർ പറിച്ചു. പിന്നെ കയ്പ്പയ്ക്ക പറിക്കാണ്ട്, പിന്നെ കോവയ്ക്ക പറിക്കാണ്ട്, പച്ചമുളക് പറിക്കാണ്ട്, അതൊക്കെയാണ് ഇപ്പോൾ ആയത് കേട്ടോ. അപ്പോൾ ഏട്ടൻ കുറച്ച് കയ്പ്പയ്ക്കും പറിക്കുന്നുണ്ട്. അതിൻ്റെ ഇടയിൽ ഈ നമ്മുടെ കക്കരിക്ക ഉണ്ടായിരുന്നു. കക്കരിക്ക കുറച്ചൊക്കെ കിട്ടി. ഇപ്പൊക്കെ എല്ലാം കഴിഞ്ഞു കേട്ടോ ഏകദേശം. ഈ ഫ്രഷായി പറിച്ചിട്ട് ഉപ്പേരി വയ്ക്കുമ്പോൾ നല്ല ടേസ്റ്റാണ്. മറ്റേത് നമ്മൾ പീടികയിലൊക്കെ പോയി വാങ്ങിക്കുമ്പം എന്തെങ്കിലുമൊക്കെ പറിച്ച് വെച്ചതാവില്ലേ. അപ്പം ഇതിനെന്താ രസം, അത് മണ്ണിൽ വരെ എത്തി അതിൻ്റെ നീളം കൊണ്ട്. അപ്പോൾ കുറച്ചേ കിട്ടിയിട്ടുള്ളൂ, എന്നാലും ഉള്ളത് നല്ലപോലെ കഴിക്കാമല്ലോ നമുക്ക്. കയ്പ്പയ്ക്കാണ് കുത്തിപ്പോയത്, ബാക്കിയൊന്നിനും അത്ര പ്രശ്നം ഉണ്ടായിരുന്നില്ല. പേപ്പർ കൊണ്ടൊന്നും പൊതിഞ്ഞിട്ടുമില്ല, അതാണ് ഒന്നാമത്. എന്നാലും പിന്നെ കുറച്ച് മഞ്ഞ കളർ വന്നാൽ പിന്നെ എടുത്ത് നോക്കിയിട്ടുണ്ടെങ്കിൽ അതിൻ്റെ ഉള്ളിൽ കുത്തിയിട്ട് പുഴു വന്നിട്ടുണ്ടാവും. അപ്പോൾ ഇതിനൊന്നും കുഴപ്പമില്ല കേട്ടോ. അപ്പോൾ ഇതൊക്കെ കുറച്ച് ഞങ്ങൾ ഇടയ്ക്കിടയ്ക്ക് വന്ന് പറിക്കും. ചിലതാണ് മഞ്ഞ കളർ വന്നത്. ഒന്നാമത് പ്രാവശ്യം വേപ്പണ്ണിയും അങ്ങനെ സോപ്പിലായനിയൊന്നും അടിച്ചിട്ടും ഉണ്ടായിരുന്നില്ല. പിന്നെ കേബേജൊക്കെ ഇപ്പം ഉണ്ടായി വരുന്നുണ്ട് കേട്ടോ. അതിൻ്റെ ഉള്ളിൽ കണ്ടില്ലേ കുഞ്ഞി കേബേജ്, ഇത് വയലറ്റ് കേബേജാണേ. അപ്പുറത്ത് പച്ച ഉണ്ട്. അപ്പോൾ ആ പച്ചയിലും കുറച്ചൊക്കെ ആയി വരുന്നേ ഉള്ളൂ. ഈ വയലറ്റ് കേബേജാണ് ഇപ്പോൾ കുറച്ച് ഒന്ന് ഉണ്ടായി വന്നത്. ഇതിൽ കണ്ടില്ലേ അങ്ങനെ ആയിട്ടില്ല, ആയി വരുന്നേ ഉള്ളൂ. അപ്പോൾ 2 കേബേജ് പിന്നെ നന്നായി വളർന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഒന്നാമത് ഈ തണുപ്പിൻ്റെ വ്യത്യാസം കൊണ്ട് അപ്രാവശ്യം വൈകിട്ടല്ലേ തണുപ്പ് വന്നത്. അപ്പോൾ ഈ മുളക് ഇപ്പം കുറച്ച് വാടിയ മാരിയുണ്ട്. അപ്പോൾ അതിലത്തെ മുളക് മുഴുവൻ പറിച്ചെടുക്കുക കേട്ടോ. ഇതിനെന്താ പറ്റിയത് അറിയില്ല. ഇനി എന്തെങ്കിലും വേരിനേറ്റ് ഇളക്കം വന്നതിനും അറിയില്ല. നായ്ക്കൾ നല്ലോണം ഉണ്ട് ഇവിടെ. അപ്പം അതിൻ്റെ മുകളിലേറ്റ് പോയി കിടന്നിട്ടോ മാന്തിയിട്ടിട്ട് ഉണ്ടാവുമായിരിക്കും. ഇപ്പോൾ ഈ 2 ദിവസമായിട്ടേ ഉള്ളൂ ഇങ്ങനെ ഈ വാടൽ കണ്ടിട്ട്. അപ്പോൾ വേഗം ഇനി ചെടി ഉണങ്ങണതിന് മുമ്പേ ഉള്ള ഫ്രഷായിട്ടുള്ള മുളക് അങ്ങോട്ട് പറിച്ചെടുത്തിട്ടുണ്ടെങ്കിൽ നഷ്ടപ്പെടില്ലല്ലോ. മുളകൊക്കെ കുറച്ചിങ്ങനെ നമുക്ക് പാകമായത് കിട്ടിയത് നന്നായി. അതിൻ്റെ മുമ്പ് ചെടി നഷ്ടപ്പെടുമ്പോൾ നമുക്കൊരു സങ്കടമല്ലേ. ഈ ഭാഗത്ത് കുറച്ച് തട എടുത്തിട്ടുണ്ട് കേട്ടോ. ഇതിൽ മത്തൻ്റെ വിത്ത് പാകിയിട്ടുണ്ട്, മുളച്ചിട്ടില്ല. വെണ്ടയ്ക്ക കഴിക്കുക, ഇളയെ വെണ്ടയ്ക്ക. അപ്പോൾ പിന്നെ നമ്മുടെ പേരയ്ക്ക, അന്നത്തെ കിലോ പേര ഉണ്ടല്ലോ, അത് 2-3 കൂടി ഉണ്ടായിട്ടുണ്ട്. നമ്മുടെ പപ്പായ മരത്തിലൊക്കെ കായ പിടിച്ച് വരുന്നുണ്ട് കേട്ടോ. കുറേ തൈകളുണ്ട്, അതിലൊക്കെ ഉണ്ടായി വരുന്നുണ്ട്. റെഡ് ലേഡിയും ഉണ്ട്, സാധാ പപ്പായും ഉണ്ട്. നമ്മുടെ കുരുമുളക് വള്ളിയിലൊക്കെ നിറയെ തിരിയിട്ട് നിറയെ ഉണ്ടായിട്ടുണ്ട് കേട്ടോ. ഒരുവിധം തരക്കേടില്ലാതെ ഉണ്ടായിട്ടുണ്ട്, കണ്ടില്ലേ? നല്ല വലുപ്പമുണ്ട് അതിൻ്റെ മണിക്ക്, കണ്ടില്ലേ? ഏതായാലും പിന്നെ ഈ കുരുമുളക് അങ്ങനത്തെ ഒന്നും ഞങ്ങൾ പൈസ കൊടുത്ത് വാങ്ങാറില്ല കേട്ടോ. അത് അത്യാവശ്യം ഇത് മതി, ഒരു കൊടി വെച്ചാൽ മതി, നമുക്ക് അത്യാവശ്യത്തിനുള്ളതൊക്കെ അതിൽ കിട്ടും. അതേമാതിരി അപ്പുറത്ത് ഞങ്ങൾ കുറ്റിക്കുരുമുളകിൻ്റെ ചെടിയും വെച്ചിട്ടുണ്ട്. അത് പിന്നെ വീടിൻ്റെ അടുത്താണ് വെച്ചത്. ഇത് പിന്നെ ഒരു മാവുണ്ട്, അതിൻ്റെ മുകളിലേക്ക് പടർത്തി ഇട്ടതാട്ടോ കുരുമുളക്. ഈ താഴെ തന്നെ കുരുമുളക് ഇടുമ്പോൾ നമുക്ക് മത്തിക്കറിയൊക്കെ വയ്ക്കുമ്പോൾ ഓടി വന്നിട്ട് ഒന്ന് പറിച്ചിട്ട് അതിൽ ചതച്ചിടാം. ഇനി നമുക്ക് എങ്ങോട്ടാ പോവുക? ഇത് നമ്മുടെ പിന്നെ കപ്പ ഇവിടെ നിറയെ നട്ടിട്ടുണ്ട് കേട്ടോ. അത് പറിക്കാനായിട്ടില്ലല്ലോ ഇപ്പം. അപ്പം
നട്ട് നല്ല വലിപ്പം വെച്ചിട്ടുണ്ട്. ഇനി ഇതിൽ ഉണ്ടായിണ്ടോ അറിയില്ല, ഒന്ന് പറിച്ച് നോക്കണം. പിന്നെന്താ, വേറെന്താ, ഇതൊക്കെ തന്നെ ഉള്ളൂ കൃഷി. ഇപ്രാവശ്യം ഇനി വെള്ളരി നടാനായിട്ടുണ്ട്. അപ്പോൾ തടമൊക്കെ എടുത്ത് വെച്ചിട്ടുണ്ട് അവിടെ. വെള്ളരിയാണ് കാര്യമായിട്ട് ഇവിടെ ഉണ്ടാവാറ്. കഴിഞ്ഞ ഏപ്രിലിൽ കണ്ടില്ലേ, നിറയെ കണിവെള്ളരിയും പിന്നെ സാദാ വെള്ളരിയൊക്കെ നിറയെ കിട്ടിയിട്ടുണ്ട്. ഇതൊക്കെ നമ്മുടെ മുളകും തൈ കേട്ടോ. പിന്നെ ഇത് കാബേജ് നേരത്തെ കാണിച്ചില്ലേ. പിന്നെ മാവ് അവിടെ പൂവ് ഇട്ടിട്ടുണ്ട്, പക്ഷെ അത് പിടിക്കണില്ല കായ. ഈ കാണുന്ന വള്ളി ചുരങ്ങേൻ്റെ തൈ കേട്ടോ. ഇത് ഒന്നുണ്ടായത് നമ്മളെ കുടം മാതിരിയുള്ള ഒരു ചുരങ്ങയാണ്. മറ്റേ ചുരങ്ങേൻ്റെ വിത്ത് നീളത്തിലുള്ളതാണ്. അതിപ്പോൾ പൂവിട്ടിട്ടുണ്ട്. മറ്റേ കുടം പോലുള്ളത് അങ്ങോട്ട് റെഡി ആവണില്ല. അതിൻ്റെ കായ വന്നിട്ടുണ്ടായിരുന്നു, പക്ഷെ അത് ഉണങ്ങിപ്പോയി. അപ്പോൾ ഇത്രയും പച്ചക്കറിയാണ് ഞങ്ങൾക്ക് കിട്ടിയത്. കൈപ്പയ്ക്ക, കോവയ്ക്ക, പിന്നെ പയർ, പിന്നെ അതിലെന്താ ഉള്ളത്, തക്കാളി 2 ഉണ്ട്, അത് പറിച്ചത് കാണിച്ചില്ലായിരുന്നു കേട്ടോ. പച്ചമുളക്, കക്കരി, ഇത്രയും സാധനങ്ങളാണ് ഇന്ന് പറിച്ചെടുത്തത് കേട്ടോ. അപ്പോൾ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ എന്നെ സപ്പോർട്ട് ചെയ്യാൻ മറക്കരുതേ. താങ്ക്